കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കണക്ക് നാജിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവനൊക്കെ പ്രശ്നമാണ്, ഇത് കണക്ക് ഷാനായിട്ട് വലിയ പ്രശ്നത്തിലാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ട് ഈ ഷാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കൊണ്ട് അവളെ പറയുന്നത് മുഴുവൻ കള്ളമാണ്, അവളുടെ അമ്മ കാരണമാണ് ഞങ്ങൾ പിരിയാൻ കാരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേ കണക്ക് വന്നിട്ട് നാജിൽ എപ്പോൾ നോക്കിയാലുണ്ട് ഈ ഷാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ ഷാനുണ്ടെങ്കിൽ അതിന് മറുപടിയായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, വീണ്ടും ഒന്നിക്കും എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേ കണക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് നാജിലേക്ക് നീ പറയുന്ന മുഴുവൻ കള്ളമാണ്, ഇതേ കണക്ക് ഉടായ്പ് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ കണക്കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിന് പല വട്ടം മുമ്പ് ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ നാജില വന്നിട്ട് ഞാനും ഭർത്താവുമായിട്ട് പിരിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധമില്ല, അടിച്ച് പിരിഞ്ഞിരിക്കും, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ഒരുപാട് വട്ടം ഇതേ കണക്ക് വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ ഒരുമിച്ചൊരു റീലെടുക്കുക, അത് കഴിഞ്ഞ് അത് പോസ്റ്റ് ചെയ്യുകയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സോ ഇത് കാരണം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡൗട്ടായി തുടങ്ങി, ഇതാണ് ഈ നാജില പറയുന്നത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം തന്നെ.